ഈ ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ചു. രാവിലെ 7 മണിക്ക് തന്നെ ഏതായാലും പോലീസുകാർ വളരെ ബുദ്ധിപൂർവ്വം ആളുകളൊക്കെ കൂടി, വളരെ ഹിന്ദു സംഘടനകൾ പ്രത്യേകിച്ചും അവരുമൊക്കെ കൂടി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി ഇതിനെ തടയുന്നതിന് എന്ന ആ സാഹചര്യം ഒഴിവാക്കാനായിട്ട് എല്ലാവിധ സന്നാഹങ്ങളുമായിട്ട് പോലീസ് എത്തി. ഒരു രാവിലെ 7 മണിക്ക് തന്നെ ആ കല്ലറ അത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഈ ഗോപൻ സ്വാമിയെ ഇരുത്തിയ നിലയിലായിരുന്നു, ഇരിക്കുകയാണ്. അതിനി അദ്ദേഹം ഇനി അറിയാനുള്ള കാര്യമെന്ന് പറയുന്നത്, ഈ മരിച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് അവിടെ കൊണ്ടിരുത്തിയോ അതോ ഉടനെ ആണെങ്കിൽ പറ്റും മരിച്ചിട്ട്, കാരണം ഈ റിഗർ മോർട്ടിസ് വന്നു കഴിഞ്ഞാൽ പിന്നെ വഴങ്ങത്തില്ല കാലം, അതോ ഈ പറയുന്നത് പോലെ ഗോപൻ സ്വാമി അവിടെ പോയി ഇരുന്ന് സമാധിയായോ അതോ അവിടെ ഇരുന്നിട്ട് ഈ കോൺക്രീറ്റ് കെട്ടണം ഇതുകൊണ്ട് അത് അടച്ച് സ്ലാബൊക്കെ വെച്ച് അടച്ച് അദ്ദേഹം ശ്വാസം മുട്ടി മരിച്ചോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി അന്വേഷിക്കേണ്ട കാര്യം. ഏതായാലും മൃതദേഹം കണ്ടുകിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാണാതായ ആളിന്റെ മൃതദേഹം കണ്ടുകിട്ടി എന്ന് വേണം പറയാൻ. നമുക്ക് മാൻ മിസ്സിങ്ങിന് കേസെടുത്താണല്ലോ. അപ്പോൾ ഇനി ഇത് പോസ്റ്റ്മോർട്ടത്തിലൂടെ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഈ മൃതശരീരം അഴുകിയ നിലയിലായിരുന്നില്ല. ഞാൻ വിചാരിച്ചു അത് മുഴുവൻ നാശമായി പോയി കാണുമെന്ന് വിചാരിച്ചു. അങ്ങനല്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയുന്നത്, അതിനെ ഒരു ചുവന്ന പട്ട് എങ്ങാണ്ട് ഇതിനെ പുതപ്പിച്ചിട്ടുണ്ട്. കൗൺസിലർ പറയുന്നതാണ്, ഇത് കണ്ടുകൊണ്ടുന്ന ആളാണ്. പുതപ്പിച്ചിട്ടുണ്ട് കഴുത്ത് വരെ. അതിന് താഴോട്ട് ഉള്ള ഭാഗത്ത്, ഈ കഴുത്തിന് താഴോട്ടുള്ള ഭാഗത്തൊക്കെ ഈ ഭസ്മവും അതുപോലെ തന്നെ കർപ്പൂരവും ഇട്ടിട്ടുണ്ട്. കർപ്പൂരത്തിന് മണം ഉണ്ടായിരുന്നുള്ളൂ, കർപ്പൂരം കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുള്ളതെന്ന് പറയുന്നത്, ഈ കർപ്പൂരം എന്ന് പറയുന്ന സാധനത്തിന് ഒരു വലിയ കഴിവുണ്ട്. കർപ്പൂരത്തിന് 2 അവസ്ഥയുള്ളൂ. അതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആണ് കർപ്പൂരം. പക്ഷേ അത് തന്നെത്താൻ ഇവാപ്പറേറ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ, ലിക്വിഡ് ആകത്തില്ല. അത് അപ്പോൾ നമ്മൾ ഉരുക്കിയാലും കർപ്പൂരം കത്തിച്ചാലും അത് ഉരുകത്തില്ല. കാരണം നേരെ അത് അങ്ങ് ഗ്യാസ് ആയിട്ട് പോകത്തേ ഉള്ളൂ. ഈ 2 സ്റ്റേറ്റേ ഉള്ളൂ. സാധാരണ എല്ലാ സാധനങ്ങൾക്കും 3 സ്റ്റേറ്റ് ഉണ്ട്. ഒന്ന് ഖരം, പിന്നെ ദ്രാവകം, പിന്നെ വാതകം. പക്ഷെ ഇതിനകത്ത് ഖരം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ വാതകം മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെ വിട്ടാന്ന് എനിക്കറിയില്ല. അത് ഇട്ട് കഴിഞ്ഞാലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അത് ഈ അടച്ചു വെച്ചേക്കുന്ന ഒരു ഭാഗമല്ലേ, ഇതിന് വളരെ അതായത് ഈ പെട്ടെന്ന് ഈ ബാക്ടീരിയ അതേപോലെ തന്നെ ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ഈ ശരീരം, അതായത് ഇതേപോലെ ഇരിക്കുന്ന ശവശരീരം അഴുകി നാശപ്പെടാനുള്ള സാധ്യത പെട്ടെന്നുണ്ട്. പ്യൂട്രിഫാക്ഷൻ എന്ന് പറയും. പക്ഷേ ഇത് പ്യൂട്രിഫാക്ഷൻ സംഭവിക്കത്തില്ല കർപ്പൂരം കിടന്നാൽ. കാരണം കർപ്പൂരം അടച്ച പ്രതലത്തിൽ കിടക്കുമ്പോൾ കർപ്പൂരത്തിന്റെ ഗ്യാസ് ഇങ്ങനെ നിൽക്കുകയാണ്, വാതകം എങ്ങോട്ടും പോകുന്നില്ലല്ലോ. അപ്പൊ ഈ പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുന്നത്, അതായത് ഈ അഴുകൽ എന്ന് പറയുന്ന പ്രക്രിയ ഇന്റേണൽ ഓർഗൻസ് ആയപ്പോലും ഒന്നും നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടത്തിൽ ഇത് കണ്ടുപിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇത് ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ആള് മരിച്ചതിന് ശേഷം എടുത്ത് അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് ഇതേപോലെ ഇരുത്തിയതാണെന്നുണ്ടെങ്കിൽ വേറെ വലിയ ഒഫൻസ് ഒന്നും അതിൽ വരുന്നില്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ള ഒരു കാഴ്ചപ്പാടേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് ഇവരുടെ വർത്തമാനവും ഇതും കൂടെ പരസ്പരം ചേരുന്നില്ല. മരിച്ചു കിടന്ന ഒരാളെ എടുത്തുകൊണ്ടുവന്ന് ഇരുത്തിയാണെങ്കിൽ അവിടെ കിടന്ന സമാധിയായി, ഞങ്ങൾ എടുത്ത് ഇതിൽ കൊണ്ടുവച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥമുണ്ട്. പക്ഷേ ഇയാൾ തന്നെത്താൻ ഇവിടെ വന്ന് ഇതിൽ കയറി ഇരുന്ന്, സാധാരണ നല്ല ഒരു ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും അതിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല. കാരണം ആ ഉയരത്തിലാണ്. ഇയാൾ കിടപ്പായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് വളരെ എവിഡൻസ് ഉണ്ട്. ഓക്കുലർ ടെസ്റ്റ് മണി ഒരുപാട് പേരുടെ ഉണ്ട്. അപ്പോൾ അയൽക്കാരൊക്കെ പറഞ്ഞിട്ട് കിടപ്പാണ്. പ്രാഥമിക കർത്തവ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാതെ കിടക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഒരാൾ രാവിലെ എഴുന്നേറ്റ് വന്ന് കുളിച്ചൊരുങ്ങി റെഡിയായി വന്ന് ശരിയായി ഇവിടെ വന്നതിന് ശേഷം ഈ പ്രഷറിന്റെ ഇൻസുലിൻ ഇതിന് ഡയബറ്റിക്സിന്റെ ഇൻസുലിൻ എടുക്കുന്നു. അത് ഈ രണ്ടാമത്തെ മകൻ എടുത്തു കൊടുത്തെന്ന് അയാൾ പറയുന്നത്. ഇൻസുലിൻ എടുത്തു, പ്രഷറിന്റെ ഗുളികകളൊക്കെ കഴിച്ചു, അതിനുശേഷം കഞ്ഞിയും കുടിച്ചിട്ട് നേരെ വന്ന് ഈ പീഠത്തിൽ കയറി ഇരുന്ന് സമാധിയായി. ഇതാണ് പറയുന്നത്. നേരത്തെ ഇത് പറയുകയും ചെയ്തെന്നാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ പൊരുത്തപ്പെടത്തില്ല കിടന്ന് മരിച്ചാണെങ്കിൽ. അപ്പൊ അത് കള്ളത്തരമാണ് ആ പറഞ്ഞത്. എന്തായാലും കള്ളം പറഞ്ഞു എന്നുള്ളത് ഉറപ്പാണ്, അതിന് സംശയമൊന്നും വേണ്ട. നമുക്ക് വേറെ ആർക്കും പോയി ചോദിക്കേണ്ട. ഇങ്ങനെ സ്വാഭാവികമായ ഒരു മരണമാണെങ്കിൽ. ഇനി അല്ലെങ്കിൽ ഇത് നേരെ കൊലപാതകമായിട്ട് മാറും. അതാണ് പ്രശ്നം. കാരണം ഇപ്പൊ ശ്വാസം മുട്ടി മരിച്ചു എന്നിരിക്കട്ടെ, അത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടുപിടിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതിനകത്ത് മിക്കവാറും കണ്ടുപിടിക്കാം. ഏതാണ്ട് 41 ദിവസം കഴിഞ്ഞേ ഇത് എടുക്കാവൂ എന്നാവുന്നതും ശാഠ്യം പിടിച്ചു. 41 ദിവസത്തെ ചടങ്ങുകളുണ്ട്, അത് കഴിഞ്ഞേ ഇത് എടുക്കാവൂ. കാരണം എന്താ,
അപ്പോൾ അവിടെ അസികൂടെ മാത്രമേ കാണുള്ളൂ. എനിക്ക് സങ്കടമുള്ള ഒരു കാര്യം ഇതൊന്നുമല്ല. ഞാൻ ഇതിൻ്റെയൊക്കെ സംബന്ധിച്ച് ചർച്ചയെ ഞാൻ കണ്ടു. ഞാൻ നല്ല വിവരമുണ്ടെന്ന് വിചാരിച്ചിരുന്ന കുറേ ആളുകൾ പോലും അവരുടെ ആ വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ ഭാരതത്തിൽ ആണോ ജീവിക്കുന്നതെന്നുള്ള ഒരു സംശയം വന്നു എനിക്ക്. കാരണം അവര് ഒക്കെ പറയുന്നത് ഇത് സമാധിയാണോ എന്നുള്ളതാ പറയണം. സമാധിയാണ് അത്, അങ്ങനെ പല സമാധികളുണ്ട്. ഈ സമാധി ഇവരൊക്കെ അങ്ങ് പറയുക, ഇവനൊക്കെ ബോധമില്ലാത്തവന്മാരാണല്ലോ എന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഇന്നത്തെ കാലത്ത് ഇത്രത്തോളം അന്ധവിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്ന ആലോചിക്കുക. സമാധിയാണ്. ഒരാൾ തീരുമാനിച്ചാൽ പറയാ ഞാൻ ഇത്രാം തീയതി ഇന്ന സമയത്ത് മരിക്കും കേട്ടോ. വലിയ സിദ്ധൻ ഒരു ചോട്ടൊഴിയാളിയായിരുന്നു. പെട്ടെന്നാണ് പുള്ളി തന്നെ സ്വയം അവരോധിത ദൈവമായിട്ട് മാറുന്നത്. അങ്ങനായി അദ്ദേഹം അവസാനം സ്വയം അങ്ങ് പറഞ്ഞു ഇത്രാം തീയതി ഇന്ന സമയത്ത് മരിക്കും, ഞാൻ സമാധിയാവാൻ പോവാണ് മക്കളെ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വേറെ ആരെയും കാണിക്കരുത്, എന്നെ തന്നെ അടക്കിക്കൊണ്ട് ഇത് ജീവൽ സമാധിയാണ് എന്തോന്നൊക്കെയായി പറയുന്നത്. ഇതൊക്കെ കേട്ട് അതിനൊപ്പം തുള്ളാൻ കുറെ പേരും വർഗീയതയുടെ പേരും പറഞ്ഞുണ്ട്. ഇതാണ് വലിയ പ്രശ്നം അവിടെ. ഇങ്ങനെയൊക്കെ ഈ സമയത്തും ഇത് ആയിക്കോട്ടെ, ഒരു സമാധിയാണെന്ന് ഇരിക്കട്ടെ, അത് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ആ കാര്യം തീർന്നല്ലോ. ആ മൃതദേഹം എടുത്ത് ഇൻക്വസ്റ്റ് നടത്തി അത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒതുങ്ങും. അതിനല്ല അവർക്ക് വേണ്ടത്. അവർക്ക് ഇത് അവിടെ വെക്കണം, ഒരു കാര്യവുമില്ല, ഇത് തുറക്കാൻ പാടില്ല, വലിയ പ്രശ്നമായിട്ട് മാറ്റി ഇതൊരു സാമുദായിക പ്രശ്നമായിട്ട് അങ്ങ് മാറ്റിയാണ്, മതത്തിന്റെ കാര്യമായിട്ട് അതിലേക്ക് കൊണ്ടുവരികയാണ്. എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള ഇതുപോലുള്ള ആളുകൾ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വിവരമുണ്ടെന്ന് ധരിച്ചിരുന്ന കുറെ ആളുകൾ ഇതിനകത്തിരുന്ന് ഞാൻ പറയുന്ന കേട്ട, ആരെ പേരൊന്നും ഞാൻ പറയുന്നില്ല. വളരെ നിരാശനായിപ്പോയി ഞാൻ അത് കേട്ട്. കാരണം അവർ പറയണമായിരുന്നു ഇങ്ങനെ സമാധിയായ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇത് സമാധിയാണോ അല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ, ഇത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയാം. അതിന് പകരം വീട്ടുകാരുടെ വികാരം എടുക്കണം. എന്തോന്ന് വീട്ടുകാരുടെ വികാരം? അത് കൊലപാതകം നടത്തിയാണെങ്കിൽ വികാരം എന്തുവാണെന്ന് നമുക്കറിയാമല്ലോ. സമാധി പിന്നെ അങ്ങ് ജയിലിലാണ്. അത് ഇതൊന്നും അറിയണ്ടേ? കാരണം ഇത് ഒന്നാമത് ഇതിന് സമാധി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും ഇത് ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് എങ്കിലും വേണം ഇത് മരിച്ചതാണെന്ന് ഉള്ളത്. അതിന് ആരെങ്കിലും ഒരു രണ്ടുപേരെങ്കിലും കാണണം, അതുമില്ലല്ലോ, ഒന്നുമില്ല. ഇത് ഒരു കാര്യവുമില്ല. ആ കുടുംബത്തിലുള്ളവരെ കണ്ടാൽ പോരാ, പുറത്തുനിന്നുള്ള രണ്ടുപേരെ കാണിച്ചും അത് തെളിവ് ഉണ്ടാവണം മരിച്ചു കിടക്കുകയാണെന്ന്. ഇതൊന്നുമില്ല, ഒന്നും പരിശോധിക്കാതെ കൊണ്ടുവന്ന് ഇതിനകത്ത് വെക്കുക, വെച്ചിട്ട് അങ്ങ് അടപ്പിട്ട് മൂടി. അയാൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിലോ? ശ്വാസം മുട്ടി മരിക്കും. അപ്പൊ ഇത് നമുക്ക് പെട്ടെന്നൊന്നും ഇത് പരിശോധനയിലൊന്നും ഒരാൾക്ക് അറിയാൻ പറ്റത്തില്ല. ഈ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് 1 അവറിനകത്ത് തന്നെ ഇത് മരിച്ചതാണെങ്കിൽ എടുത്തിതി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ പറഞ്ഞില്ലേ, കിടപ്പായിട്ടുള്ള ഒരാള് അയാൾക്ക് ഇത് വന്ന് കയറി ഇരിക്കാനൊന്നും പറ്റുകയില്ല. ഈ പറയുന്നത് മുഴുവൻ കള്ളമാണ്. ഇത്രത്തോളം ഈ കളവുകളൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യുക, അതിന് ഒത്താശ പാടാനായിട്ട് കുറെ സംഘടനകളും എന്ത് പറയാനാണ്. അതിന് ഹിന്ദു സംഘടന എന്നാ പറയുന്നത്. എന്തിനാ ഈ ഹിന്ദുവിനെ കൂട്ടുപിടിക്കുന്നവര്? ഏത് ഹിന്ദു ആയാലും ഇത് ബാക്കി എത്രയോ പേരാ അതിനെ കുറിച്ച് സംസാരിക്കുന്നത്, അവരെല്ലാം പറയത്തില്ലേ ഇത് പരിശോധിക്കണം എന്നുള്ളത്? അതൊന്നുമില്ല, അത് പരിശോധിക്കാൻ പാടില്ലെന്നുള്ളതാണ് കുറെ. അത് ഈ രാഹുൽ ഈശ്വർ പോലും അതിനെ കുറിച്ചിരുന്ന് പറയുന്നത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി സത്യത്തിൽ. ഞാൻ അയാൾക്ക് ഇങ്ങനെ കുറെ കാര്യങ്ങളിലെങ്കിലും വിവരം ഉണ്ടെന്നൊക്കെ ധരിച്ചിരുന്ന ഒരാളാണ്. ബാക്കി ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല. അത് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതും കൊണ്ട് ഇറങ്ങുന്നത് നേരെ ചുമ്മാ പറയണ്ടേ? സമൂഹത്തിൽ ഇന്ന് നടക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥയില്, നിയമവാഴ്ചയിൽ ഒരു വിശ്വാസം വേണ്ടേ? റൂൾ ഓഫ് ലോയില് ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? ക്രൈം ആണെന്ന് പറയുന്നു, അറിയില്ല, നമുക്കറിയില്ല. ഇത് ഒന്നുകിൽ ശരിയായ മരണം അല്ലെങ്കിൽ കൊലപാതകം, ഈ 2 കാര്യങ്ങളും സംഭവിക്കാം ഇതിനകത്ത്. ശരിയായി മരിച്ചതിന് ശേഷം കൊണ്ടുവന്ന് ഇതിനകത്ത് ചുറ്റിക്കൂട്ടിയെടുത്ത് വെച്ചതാണെങ്കിൽ അത് വേറെ വലിയ കുഴപ്പമൊന്നും വരുന്നില്ല. അത് അവരുടെ ഇഷ്ടമാണ്. ഒരു ബോഡി അടക്കുന്നത് എങ്ങനെ വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം, വീട്ടുകാർക്ക്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾ വല്ലോ എഴുതി വെക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം. അതൊന്നും ഇല്ല ഇതിനകത്ത്. ഇവർ തന്നെ തീരുമാനിച്ചു, അങ്ങനെ ചെയ്തു. പിന്നെ ഇത് ഞാൻ മനസ്സിലാക്കുന്നത്, ഏതായാലും ഒരാൾ തന്നെത്താൻ അവിടെ ഇറങ്ങിയിരുന്നിട്ട് ചുറ്റും ഭസ്മവും തന്നെത്താൻ എടുത്തിട്ട് ഇതുപോലെ പുതച്ച് ഒക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. തന്നെത്താനെയും ഇതിനകത്തിരുന്ന് അങ്ങനെ പുതയ്ക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. അപ്പൊ ആകെപ്പാടെ അതിനകത്ത് ഇന്റർവെൻഷൻ ഉണ്ടെന്നുള്ളതിന് ഒരു സംശയമില്ല. അതർ ഹ്യൂമൻ ഇന്റർവെൻഷൻ അതവിടെ ഉണ്ട്. അപ്പോ അത് എന്താണ്, അതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ ഒരു 2 മണിക്കൂറിനകത്ത് കാര്യം വെളിവാകും, അറിയാം. അപ്പൊ നമുക്കറിയാം
ഈ സ്വാമിമാരൊക്കെ അങ്ങ് അകത്തോട്ടാണോ അതോ പുറത്തോട്ടാണോ എന്നുള്ളത് നമുക്കിനി ഉടനടി അറിയാം.